നീ വിറകിട്ട് അവിടെ വെച്ചിട്ട് താഴ്വാരത്തിലേക്ക് മടങ്ങിക്കൊള്ളുക. ബലി അർപ്പിച്ച ശേഷം ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊള്ളാം. ശരി യജമാനനെ. ബലിക്കുള്ള ബലിമൃഗം എവിടെയാണപ്പാ? അത് ദൈവം നമുക്ക് തരും മകനെ. അതിനു മുൻപ് നമുക്ക് ബലിപീഠം ഒരുക്കാം. ദൈവം എപ്പോഴാ ബലിമൃഗത്തെ കൊണ്ട് തരുന്നത്? ദൈവം ഉടനെ ഇങ്ങെത്തും മകനെ. അതുവരെ മോനെ ഞാൻ ഈ ബലിപീഠത്തിലൊന്ന് കിടത്തി നോക്കട്ടെ. ശരി അപ്പാ. എന്റെ പൊന്നു മോനെ ഇസഹാക്കേ. എന്താ അപ്പാ? അപ്പൻ എന്റെ പൊന്നു മോനെ എന്തിഷ്ടമാണെന്നറിയാമോ? അപ്പനെയും എനിക്ക് ഒത്തിരി ഇഷ്ടം അപ്പാ. പക്ഷേ സർവശക്തനായ ദൈവത്തെ ഞാൻ നിന്നേക്കാളേറെ സ്നേഹിക്കുന്നു മോനെ. അബ്രഹാം, കുട്ടിയുടെ മേൽ കൈവെക്കരുത്. നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴം അവിടുന്ന് മനസ്സിലാക്കുന്നു. നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും ലോകം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം നിനക്ക് വാഗ്ദാനം നൽകുന്നു. ഇതാ അവിടുത്തെ ദാസൻ. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. അങ്ങനെ നമ്മുടെ പിതാമഹനായ അബ്രാഹാം ദൈവത്തിന് ഏറെ പ്രിയങ്കരനായി തീർന്നു. അബ്രാഹത്തിന്റെ വിശ്വാസം അവനെ നീതിക്കായി പരിഗണിക്കപ്പെട്ടു. അവൻ ഇസ്രായേലിൻ